ഹായ്. ഇന്ന് ഫ്രൈഡേ 10 മണിയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ 2 മക്കളും സ്കൂളിൽ പോയി, ഏട്ടൻ ഷോപ്പിലും പോയി. അവർ പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു പണിയാണ് കേട്ടോ. അവരുടെ ടോയ്സ് ഉണ്ടാവും, പിന്നെ ഫുഡ് കഴിച്ച പാത്രങ്ങൾ, പിന്നെ എൻ്റെ മോള് ചെറുതാണ്, അവൾ ഫുഡൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നടന്ന് ഇങ്ങനെ കഴിക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റുകൾ ഒക്കെ ഉണ്ടാവും. ഞാൻ രാവിലെ തന്നെ തുടച്ചിട്ടതാണ്, എന്നാലും അവർ പോയി കഴിഞ്ഞാലും ഒന്നും കൂടെ എല്ലാവിടെയും ഒന്ന് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകി വാഷ് ചെയ്യാനുള്ള തുണികളൊക്കെ അങ്ങനെ വാഷിംഗ് മെഷീനിലിട്ട് അങ്ങനെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് തൃശ്ശൂർ ടൗൺ വരെ ഒന്ന് പോകണമായിരുന്നു. ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്, അതിൽ ഫാൻസി സെക്ഷനാണ് ഞാൻ നോക്കണേ. അപ്പോൾ ഫാൻസിയുടെ കാര്യങ്ങളൊക്കെ വാങ്ങലും ബില്ലിടലും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ തൃശ്ശൂർ പുത്തമ്പള്ളിയുടെ അവിടേക്കാണ് ഞാൻ പോണേ. ഞാൻ പുറത്തൊക്കെ കിടന്നു ഗേറ്റൊക്കെ പൂട്ടി ബസ്സിലാണ് ഞങ്ങൾ പോണത്. എൻ്റെ കൂടെ അമ്മയുണ്ട് കേട്ടോ. അത് ഇപ്പോൾ ബസ്സിലാണ് ഞങ്ങൾ ഇരിക്കണത്. ഞങ്ങൾ ആദ്യം പോകുന്നത് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ബാഗ് കടയാണ്. അവിടെ ഒരുപാട് ബാഗുകളുണ്ട്. ബാഗുകൾ മാത്രമല്ല, ഈ കുട്ടികളുടെ പൗച്ച്, ബോക്സ്, ബെൽറ്റുകൾ, പിന്നെ പലതരം ബാഗുകളുണ്ട്. ട്രാവൽ ബാഗ് ഒക്കെ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. കണ്ട കുറേ ബാഗുകളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര കൺഫ്യൂഷനാണ് ഏതെടുക്കണം എന്ന്. നമ്മൾ നമ്മുടെ കടയിൽ ചിലവാകുന്നതിനനുസരിച്ച് അതേപോലത്തെ ബാഗുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊണ്ടുവയ്ക്കും. ഇതാ ഒരുപാട് ഉണ്ട്. അടുത്തത് ഞങ്ങൾ പോയത് ഗ്രാൻഡ് കളക്ഷനിലാണ്. അവിടെ ഞങ്ങൾ ഫാൻസി എടുക്കാനാണ് പോയത്. ഒരുപാട് ഫാൻസി ഉണ്ട് ഇവിടെ. ഇതാണ് ട്രേ, ഞാനെടുത്ത് വെച്ച ട്രേ ആണത്. ഞാനെടുത്ത് കുറച്ച് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ കുറച്ച് സ്റ്റഡ് കമ്മലുകളാണ് ഇപ്പോൾ കുറേ കഴിഞ്ഞിരിക്കണേ. അപ്പം ഞാൻ കുറേ സ്റ്റഡുകളെടുത്ത്, പണ്ടത്തെ മഴത്തുള്ളി കമ്മൽ, അതൊക്കെ ഇങ്ങനെ കുട്ടികൾ ഇട്ട് കാണാൻ എനിക്ക് നല്ല ഇഷ്ടം. ഞാൻ ഇടാറില്ല അങ്ങനത്തെ, മറ്റുള്ളവർ ഇട്ട് കാണാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് റിങ്സുകൾ കുറേ ഉണ്ട്, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനാവും നമ്മൾ. പിന്നെ പാദസരം അതും എടുത്തു ഞങ്ങൾ. പിന്നെ ഇങ്ങനെ നടന്ന് അതും ഇതൊക്കെ ആയിട്ട് കുറേ വാങ്ങിച്ചു. കടയിൽ പോയ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഇതേ കുറേ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ധന്യ എന്ന് പറയുന്ന വേറൊരു ഷോപ്പിലാണ് കേട്ടോ കയറിയത്. അവിടെ നിന്നും ഞങ്ങളെടുത്തു. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഷോപ്പ്. ഇതിൽ കാണുന്നതാണ് എൻ്റെ ഫാൻസി സെക്ഷൻ. അതിൽ കുറേ സാധനങ്ങൾ കഴിഞ്ഞിരിക്കുന്നുണ്ട്. കഴിയുന്നതിനനുസരിച്ച് ഞാൻ കുറേശ്ശെ വാങ്ങി വയ്ക്കുന്നുണ്ട്. ഇന്ന് വാങ്ങിച്ച സ്റ്റഡുകളൊക്കെ ഞാൻ ബില്ലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റഡിനൊക്കെ 8 രൂപയൊക്കെ ഉള്ളൂ. നല്ല സ്റ്റഡാണ്, എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. ഇപ്പോൾ പുതിയ ട്രെൻഡാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ. പിന്നെ കുറേയൊക്കെ പോയിട്ടുണ്ട്. ഈ കൊളുത്ത് ജിമിക്ക് ഞാൻ ഇപ്പോൾ എടുത്തതാണ് കേട്ടോ, കൊളുത്തിയിടുന്ന ജിമിക്ക്. പിന്നെ സ്ലൈഡുകൾ, ഇതൊക്കെ 100 രൂപയിൽ താഴെ വരെ നല്ല ഭംഗിയുള്ള സ്ലൈഡുകളാണ്. നല്ല രസമാണ് അത് കാണാനായിട്ട്. പിന്നെ ഇതൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇത് അങ്ങനെ ആൾക്കാർ വന്ന് ഇങ്ങനെ തിരഞ്ഞിട്ടൊക്കെ ഇങ്ങനെ അലങ്കോലമായി കിടക്കുക. ഒക്കെ ഞാൻ ഇങ്ങനെ കുറച്ചൊക്കെ നിവർത്തി വെച്ചു. പിന്നെ ഇതൊക്കെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, അത് പോയിട്ടില്ല. പിന്നെ ഞാത്തിയിടുന്ന ജിമിക്കി, അതൊക്കെ നെയിൽ പോളിഷ്, പൊട്ടുകൾ, കുട്ടികളുടെ വള, സിന്ദൂരം സ്റ്റിക്ക്, അതൊക്കെ. പിന്നെ അങ്ങനെ കുറേ അങ്ങനെ സാധനങ്ങളൊക്കെ കുട്ടികളുടെ തലയിൽ കുത്തണ ഇതുകളൊക്കെ ഉണ്ട്. ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ. പിന്നെ ഇതാണ് കമ്മലുകൾ. ഞാൻ കുറേയൊക്കെ നല്ല സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ വാങ്ങാറ്. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ കാരണം ഒക്കെ അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതൊക്കെ വാങ്ങി സെറ്റാക്കി വെക്കണം കുറേശ്ശെ. ഞാൻ ആഴ്ചയിൽ 2 തവണയാണ് പോവാറ് സാധനങ്ങൾ വാങ്ങാനായിട്ട്. ഉണ്ണികളുടെ മുടക്കിനനുസരിച്ച് ശനി ഞായറൊക്കെ പോകാനൊന്നും പറ്റില്ല. അതിന് മുന്നേ ഞാൻ വാങ്ങി ബില്ലിട്ട് വെക്കും. ഇന്ന് തന്നെ ഞാൻ വാങ്ങി ബില്ലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നാളെയും മറ്റന്നാളൊന്നും എനിക്ക് വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. ഇവിടെയൊക്കെ
ഇവിടെ ഐടെക്സിൻ്റെ പൊട്ട്, റിബൺ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ. പിന്നെ റോൾഡ് ഗോൾഡ് ഉണ്ട് കേട്ടോ. റോൾഡ് ഗോൾഡിൻ്റെ കമ്മലുകൾ, മാലകൾ, പിന്നെ താലി, ലോക്കറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ വള, എനിക്ക് നല്ല ഇഷ്ടമാണ് വളകൾ. ഇപ്രാവശ്യം പോയപ്പോൾ എനിക്ക് നല്ല വളകളൊക്കെ കിട്ടി. നല്ല ഭംഗി, നല്ല രസമുള്ള വളകളൊക്കെ കിട്ടി. ഇന്ന് വാങ്ങിച്ചതല്ല കേട്ടോ, ഞാൻ കഴിഞ്ഞ വട്ടം പോയപ്പോൾ എനിക്ക് കിട്ടിയ വളകളാണ് ഇതൊക്കെ. ഇതാ കണ്ടില്ലേ വള. ഇതെനിക്ക് നല്ല ഇഷ്ടമായി ഈ വള. പിന്നെ വേറെ ഒരെണ്ണം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാ സിംഗിളായിട്ട് ഉള്ള വള, നല്ല രസമാണ് അത് കാണാനായിട്ട്. അതിങ്ങനെ കഴിഞ്ഞു, ഇനി പോകുമ്പോൾ വാങ്ങണം അത്. പിന്നെ ദേ കണ്ടില്ലേ, ഇത് കഴിഞ്ഞു ഇനി ഇത് പോകുമ്പോൾ വാങ്ങണം. പിന്നെ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ വള, നല്ല രസമുണ്ട് ഇത് കാണാനായിട്ട്. ഇതൊക്കെ പുതിയത് വന്ന വളകളാണ് കേട്ടോ. പിന്നെ അടുത്തത് ഈ വള, ഇത് ഞാനൊരു ബോക്സ് കഴിഞ്ഞിട്ട് പിന്നെയും കൊണ്ടുവയ്ക്കണ മോഡലാണിത്. ഇത് വേഗം പോവും. ഇത് ആൾക്കാർക്ക് നല്ല, ചേച്ചിമാർക്കൊക്കെ നല്ല ഇഷ്ടമുള്ള മോഡലാണ്. ഇതാ കണ്ട. പിന്നെ ഇങ്ങനെ നമ്മുടെ ഷോപ്പിൽ ഇങ്ങനത്തെ കുക്കറ്, പാത്രങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെരുപ്പ്, അങ്ങനത്തെയൊക്കെ പാത്രങ്ങളും, പിന്നെ ഗിഫ്റ്റുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ കട മുന്നോട്ട് പോകണു. കുഴപ്പമില്ലാണ്ട് ദൈവം സഹായിച്ച് അങ്ങനെ പോകണു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടൗണിൽ പോയി സാധനങ്ങൾ മേടിച്ച് ബില്ലിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ എല്ലാതും. അപ്പോൾ എല്ലാവർക്കും ബായ്. നമുക്ക് പിന്നെ കാണാം.